ഹായ് എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തൻവീടുക, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്ടിലാണ്. വ്ളോഗ് 25 ഒക്കെ കണ്ടവർക്ക് അറിയാം, അതേ പറമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, വീടിൻ്റെ പുറകിലത്തെ. അപ്പം ഇന്നത്തെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ തട്ടും പുറത്തെ വിശേഷങ്ങളാണ്. കാരണം വെച്ചാൽ ഞങ്ങളിപ്പോൾ വെക്കേഷന് വന്നിട്ട് ഇങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ കുറേ പണ്ടത്തെ സാധനങ്ങൾ, കാരണം വെച്ചാൽ ഇത് പണ്ടത്തെ ഒരു തറവാട് വീടാണ്. അമ്മാമ്മയൊക്കെ പറയണ അമ്മാമ്മയും അമ്മാമ്മയുടെ അമ്മായിയമ്മയും ഒക്കെ കല്യാണം കഴിഞ്ഞ് വന്നത് ഇതേ വീട്ടിലേക്കാണ്. കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും അതേ പഴയ അത്രയും പഴക്കമുള്ള ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തും റിനോവേറ്റ് ചെയ്ത് വേറെ കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പഴയ സാധനങ്ങൾ ഇപ്പോഴത്തെ ജനറേഷൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത പോലത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങളിവിടെ അങ്ങനെ കണ്ടു. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് തട്ടും പുറത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നത്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കണതിനെയാണ് കഴിഞ്ചുകോല് എന്ന് പറയുന്നത്. കഴിഞ്ചുകോല് എന്ന് പറഞ്ഞാൽ ഇത് തൂക്കാനുള്ളൊരു സാധനമാണ്, മെഷർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇങ്ങനെ ഓരോ വരയും ഓരോ കഴിഞ്ചാണ്. കഴിഞ്ചെന്ന് പറഞ്ഞാൽ ഈ പച്ചമരുന്നുകൾ അങ്ങനെയൊക്കെ തൂക്കി നോക്കാനുള്ളതാണ് പണ്ട്. അപ്പോൾ ഇവിടെ അറിയാം, ആദ്യം ഒരു ക്രോസ് കാണാം. ശരിക്കും ആ ക്രോസിൻ്റെ അവിടെ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് 0 ആണ്, 0 എന്നുള്ളതാണ്. ഇങ്ങനെ കണ്ടോ, അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇങ്ങനെ ഓരോ വര ഇങ്ങോട്ട് നീക്കി പിടിക്കുന്നത്. ഇവിടെ വെയിറ്റ് ഇടും തോറും ഇവിടെ നമുക്കിങ്ങനെ മെഷർ ചെയ്യാം ഓരോ വരയായിട്ട്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ നല്ല വുഡൻ ഒരു വടിയും അതിൻ്റെ അടുത്ത് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള നല്ലൊരു ചിരട്ടയും. അപ്പോൾ അതിൻ്റെ വെയിറ്റും ഒക്കെ വെച്ച് ബാലൻസ് ചെയ്തിട്ടാണ് ഈ കഴിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണേ. എനിക്ക് ഓർമ്മയുണ്ട്, അമ്മാമ്മയൊക്കെ പണ്ട് ഇവിടെ അരിഷ്ടമൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇതിലൊക്കെ വെച്ചിട്ട് ഇത്ര കഴിഞ്ച് എന്ന് പറയണമെന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം കാണിക്കുന്നൊരു സാധനം. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് വീണ്ടും മെഷർ ചെയ്യാൻ തന്നെയുള്ള ഒരു സാധനം തന്നെയാണ്. ഇതിൻ്റെ പേര് വെള്ളിക്കോൽ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന അമ്മാമ്മ ഇതുമ്മയാണ് പിടിച്ച് നോക്കുക. അമ്മാമ്മ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര എക്സ്പേർട്ടായിരുന്നു. കാരണം വെച്ചാൽ വാങ്ങിക്കൊണ്ടുവര പഞ്ചസാരയോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ശരിക്കും ആ കവർ അമ്മാമ്മ ഇതിൽ തൂക്കിയിടും. ആ പൊതി ആ പൊതിയുടെ തൂക്കിയിട്ടിട്ട് അമ്മാമ്മ വെയിറ്റ് നോക്കണമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇതും ഒരു മെഷറിങ്ങിൻ്റെ സാധനം തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇലക്ട്രോണിക് വേയിങ്ങും ഡിജിറ്റലിങ് വേയിങ്ങും ഒക്കെ വന്നൊരു സമയത്ത് ഇപ്പോഴത്തെ ജനറേഷൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ വരകൾ തന്നെയാണ് ഇതിൻ്റെ കണക്ക്. ഇവിടെ ഒരു വരയുണ്ട്, അത് 0. എനിക്ക് തോന്നുന്നു ഇതാകെ തുരുമ്പ് പിടിച്ചു കണ്ടോ, അതുകൊണ്ട് പിടിച്ചിട്ടൊന്നും ശരിക്കും 0-ൽ നിൽക്കുന്നില്ല. അപ്പോൾ 0 കഴിഞ്ഞിട്ട് ഇതിൽ ആക്ച്വലി ഫലം എന്നാണ് ഇതിൻ്റെ ഒരു മെഷറിങ്. അപ്പോൾ ഇപ്പം തന്നെ ഞാനിത് എടുക്കുമ്പോൾ അമ്മമ്മയുടെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ഇതിൽ ഫലമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഫലം എന്ന് പറഞ്ഞാൽ എത്ര ഫലം 1 കിലോ? അപ്പം അമ്മ പറഞ്ഞു 5 ഫലം കൂടിയ ഒരു റാത്തലാന്ന് പറഞ്ഞു. ഒരു റാത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK-ൽ ഞാൻ കേട്ടിട്ടുണ്ട് 1 പൗണ്ട്. ഇപ്പം ചില സാധനങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ അവർ 1 പൗണ്ടിനെന്ന് പറയും ചില ലോക്കൽ ഷോപ്പുകളിൽ. അപ്പോൾ ആ 1 പൗണ്ടാണ് ഈ 1 റാത്തൽ എന്ന് നമ്മൾ പറയുന്ന റാത്തൽ, വിച്ച് ഈസ് ലൈക്ക് ഈക്വൽ ടു എത്ര പറയാം, ഒരു 1/2 കിലോൻ്റെ അടുത്താണ്. 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 1/2 കിലോ എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഇവിടെ ഇതുപോലെ വരകളുണ്ട്. 5 ഫലം കഴിഞ്ഞാൽ 1 റാത്തൽ. അപ്പോൾ അങ്ങനെ ഇവിടെ തൂക്കിയിട്ട് മെഷർ ചെയ്യാനുള്ള വേറൊരു മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്. ഇതിനെ കോരിയപ്പലക എന്നും പറയും, കോരിക പലക എന്നും പറയുന്നുണ്ട്. അപ്പോൾ എക്സാക്ട്ലി എന്താണെന്ന് അറിയില്ല, ഇത് പറഞ്ഞിരുന്ന പറച്ചിലേ ഇവർക്കൊക്കെ അറിയുള്ളൂ, മമ്മിക്കും അമ്മാമ്മയ്ക്കൊക്കെ. അപ്പോൾ ഇത് മരത്തിൻ്റെ, എനിക്കറിയാം ഈ ഭാഗത്തൊക്കെ ഒരു കുഴിയുണ്ട്, അത് ഇടിച്ചിടിച്ച് കുഴിയായതാണോ അതോ അങ്ങനെ കുഴിയാണോ ഇതിൻ്റെ ഷേപ്പ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പിടുത്തൊക്കെ ആയിട്ട് വുഡനാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചമ്മന്തിയൊക്കെ പൊടിക്കാനുള്ളൊരു ഇതായിരുന്നു എന്ന്. ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയോ പച്ചമുളകോ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കയ്യിലിൻ്റെ ബാക്ക് കൊണ്ട് ഇങ്ങനെ ചെയ്ത് ചമ്മന്തി പൊടിക്കുക, അല്ലെങ്കിൽ കുഞ്ഞ് അമ്മിക്കുഴ പോലത്തെ ഉണ്ടാവുന്നു, അത് വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിട്ടോ ഇങ്ങനെ വായിൽ വെള്ളം വരെ ചമ്മന്തി എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാനുള്ളതാണ് ഈ കോരിയപ്പലക. ഇപ്പം എൻ്റെ കയ്യിലിരിക്കണേനെ അമ്മമ്മ പറയുന്നത് മരുന്ന് പലക എന്നാണ്. അപ്പോൾ ഈ ആയുർവേദ മരുന്നുകളൊക്കെ എന്താ പറയുക ഉരുട്ടാനുള്ള പലകയാണിത്. കുറച്ച് കാലം മുമ്പ് വരെ ഇവിടെ വീട്ടിൽ വില്ലുവാതി ഗുളികയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അമ്മമ്മയാണ് അതിൻ്റെ മെയിൻ ആൾ.
അപ്പോൾ ഈ വില്ലുവാതിയുടെ ഇങ്ങനെ എല്ലാം അരപ്പും എല്ലാം കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗുളികകളായിട്ട് ഉരുട്ടുക, ഈ ആയുർവേദ ഗുളികകൾ. അപ്പോൾ അതിങ്ങനെ ഇതും ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് ഉരുട്ടും. എന്നിട്ട് ഉരുട്ടിയിട്ട് ഇതുമ്മ തന്നെ വെക്കും. എന്നിട്ട് ഈ മരുന്നുകൾ വെയിലത്ത് വെച്ച് ഉണങ്ങാൻ പാടില്ല അത്രേ. അപ്പോൾ ഇത് ഇങ്ങനെ തണലത്ത് ഇതുമ്മ തന്നെ വെക്കും. ഇതുമ്മ വെച്ച് ഉരുട്ടിയിട്ട് ഇതുമ്മ തന്നെ വെച്ചിട്ട് തണലത്ത് വെച്ചിട്ടാണ് അത് ഉണക്കിയെടുക്കുക. അപ്പോൾ അതിനുള്ളതാണ് മരുന്ന് പലക. ഇതിനുണ്ട് ഇങ്ങനെ ഒരു പിടുത്തൊക്കെ. മെഷറിങ്ങിൻ്റെ തന്നെ വേറെ 2 സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണേ. ഇതാണ് ഉഴക്ക്, ഇതാണ് ഉരി. അപ്പോൾ ഇത് അരിയും അങ്ങനത്തെ ഇപ്പോൾ പൊടിയും അങ്ങനത്തെയൊക്കെ മെഷർ ചെയ്യാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഉഴക്കാണ്. ഇതുകൊണ്ടൊരു ഫുള്ള് ഉഴക്കാണ്, ഉഴക്കെന്ന് അതിനെ പറയാം. ഇങ്ങനത്തെ 2 എണ്ണം ആയാലാണ് ഇതാവുക, ഉരിയാവുക. ഇനി ഉരിയുടെ ഡബിളിനെയാണ് നാഴി എന്ന് പറയാം. നാഴി കുറച്ചും കൂടെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു, പക്ഷേ ഇത് അത്ര കേട്ടിട്ടുണ്ടാവും വഴിയില്ല. അപ്പോൾ ഇതാണ് ഉഴക്ക്, ഇതാണ് ഉരി. ഇനി ഞാൻ കാണിക്കാൻ പോണത് വുഡൻ്റെ കുറേ ഇങ്ങനെ കുഞ്ഞു സാധനങ്ങൾ ഇട്ട് വയ്ക്കാനുള്ള കുഞ്ഞു സ്റ്റോറേജ് സാധനങ്ങളാണ് വുഡൻ. അപ്പോൾ ഇത് വുഡൻ്റെ ഒരു ബൗളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ റഫ് യൂസിൽ സൈഡൊക്കെ പൊട്ടിപ്പോയി തുടങ്ങി. അപ്പോൾ ഇതൊരു വുഡൻ ബൗള്. പിന്നെ ഇതിനെ വഞ്ചി എന്ന് പറയാം. ഇതുപോലെ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനുള്ള വുഡൻ്റെ ഒരു വഞ്ചി. ഇവിടെ ഇപ്പോൾ ഇത് വെളുത്തുള്ളി ഇട്ട് വയ്ക്കണ പാത്രം. അപ്പോൾ ഇതിലാണ് ഇതങ്ങനെ വഞ്ചി. പിന്നെ ഇത് അതുപോലെ തന്നെ വുഡൻ്റെ 4 കമ്പാർട്ട്മെൻറ്റൊക്കെ ആക്കിയിട്ട് കുഞ്ഞു സാധനങ്ങൾ, കീയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനുള്ള ഒരു കുഞ്ഞ് സ്റ്റോറേജ്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഓരോ സാധനങ്ങൾക്കും 100 വർഷത്തിന് മേലെ പഴക്കമുള്ളതാണ്. കാരണം വെച്ചാൽ അമ്മാമ്മയൊക്കെ ഇവിടേക്ക് കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ ഇവിടെയുള്ള സാധനങ്ങളാണെന്നാണ് അമ്മാമ്മ പറയുന്നത്. അടുത്ത് കാണിക്കാൻ പോകുന്നത് ട്രഷേർഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ആരുടെയും കയ്യിലില്ല, കാരണം വെച്ചാൽ അത് ഇവിടെയാണല്ലോ എന്നുള്ള പോലെയല്ല. പക്ഷേ അത് ഇങ്ങനത്തെ പീസസ് വളരെ റയറായിരിക്കും ഈ വേൾഡിൽ തന്നെ. കാരണം വെച്ചാൽ പണ്ടത്തെ ഒരു ക്യാമറയാണ്. ഒരു 75 കൊല്ലം മുമ്പത്തെ ഇവിടുത്തെ ഡാഡിയുടെ അപ്പാപ്പൻ്റെ ക്യാമറയായിരുന്നു അത്. അതിനെ കുറിച്ചിട്ട് ഡാഡി പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇത് അഗ്ഫയുടെ 1942 ക്യാമറയാണ്. ഇതിൻ്റെ 2 വ്യൂ ഗ്ലാസസ് ആണ് ഇതിനുള്ളത്. ഇപ്പോൾ വെർട്ടിക്കലായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാണ് ഇതെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഒരു വ്യൂ ഗ്ലാസ്. മറ്റൊരു വ്യൂ ഗ്ലാസ് ഇതിൽ ഉള്ളത് എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ലാൻഡ്സ്കേപ്പ് എടുക്കാനുള്ള വ്യൂ ഗ്ലാസ്സാണ്. ഇനി ഇതിൻ്റെ 2 പൊസിഷനാണ് ഇതിൽ ക്ലിക്കിംഗ് ഉള്ളത്. ഇതിൽ ഇന്നത്തെ മോഡേൺ ക്യാമറയുടെ പോലുള്ള ടൈമിങ്ങോ അങ്ങനെയുള്ള സിസ്റ്റംസൊന്നും ഇല്ല. ഇതിൽ 2 പൊസിഷനുള്ള ക്ലിക്കിംഗ് ആണുള്ളത്. അപ്പോൾ ഇത് ഒരു സിംഗിൾ ക്ലിക്കാണ്. ഇനി മറ്റൊരു പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഷട്ടർ ഓപ്പൺ ചെയ്തിരിക്കും. അതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാനുവലാണ്. അത് ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാമറാമാന് അത് ഓപ്പൺ ചെയ്ത് ഹൗ മച്ച് ടൈം ഇറ്റ് ഹാസ് ടു ബി ഓപ്പൺഡ് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇതിൽ യൂസ് ചെയ്യുന്ന ഫിലിം ഏതാണ്? 620 ഫിലിമാണ്. 620 ഫിലിം എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ ഒരു റോൾ ഫിലിമിൽ 8 ഷോട്ടാണ് അതിലെടുക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഇതാണ് ഇതാണ് അതിൻ്റെ ഫിലിം ലോഡർ. അതിലെ ഫിലിമിൻ്റെ സ്പൂളാണിത്. ഈ സ്പൂളിലാണ് ഈ ഫിലിം ഉള്ളത്. അപ്പോൾ ഇതിൽ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ 8 ഷോട്ടാണ് ഇതിലെടുക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഫിലിം. ഇനി ഇതിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ മാറ്റുന്നത് എങ്ങനെയാണെങ്കിൽ ഈ ബട്ടൺ തിരിച്ചിട്ടാണ് ഇതിൻ്റെ ഫിലിം പൊസിഷൻ മാറ്റുന്നത്. ആ പൊസിഷൻ മാറ്റുമ്പോൾ അതിൻ്റെ നമ്പർ കാണുന്നത് ഇതിനുള്ളൊരു വ്യൂ ഹോളാണ് ഇവിടെ. അപ്പോൾ ഇതിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തിരിച്ച് അടുത്ത പൊസിഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ 1 എടുത്ത് കഴിഞ്ഞാൽ 2 വരുന്നവർ ഇതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം. തിരിച്ചാൽ 2-ൽ എത്തിക്കഴിയുമ്പോൾ സ്റ്റോപ്പ് ആൻഡ് അഗെയിൻ ക്ലിക്ക് ചെയ്യണം. ഇനി ഇതിൻ്റെ ഷട്ടർ ഓപ്പണിങ്ങിന് അതുപോലെ തന്നെ 2 പൊസിഷനാണുള്ളത്. ഇത് കൂടുതൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് വലിച്ചു വെച്ച് കൂടുതൽ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് ഇത്രയേ ഉള്ളൂ. ഇത് വയ്ക്കുമ്പോൾ കുറച്ച് ലൈറ്റ് വേണമെങ്കിൽ ഇത് വയ്ക്കുന്നു, ഇത് കൂടുതൽ വേണ്ടപ്പോൾ ഇത് വലിച്ചു വയ്ക്കുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ ഓപ്പറേഷൻ.
പണ്ട് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അച്ച് നേരത്തെ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഇവിടുത്തെ അപ്പാപ്പൻ്റെ സിഗ്നേച്ചറിൻ്റെ ഒരു ബ്ലോക്കാണിത്. പ്രിൻറ്റിങ് ഇങ്ങനെ അച്ചിൽ വെക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തോ സർക്കുലറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയോ അപ്പാപ്പൻ്റെ സിഗ്നേച്ചർ എല്ലാത്തിലും ഒരു ഒപ്പിടണ്ടാത്തതുകൊണ്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അച്ച്. ഇതാണ് താളിയോലകൾ. കുറേ പേര് കണ്ടിട്ടുണ്ടാവും, എന്നാലും ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ താളിയോലകൾ ഇതിൽ മെയിൻലി ഇപ്പം ഡാഡി പറഞ്ഞത് ഇങ്ങനെ ആധാരം പോലെയോ സ്ഥലത്തിൻ്റെ രേഖകളോ അങ്ങനത്തെ എന്തൊക്കെയാണ് എഴുതിയേക്കണേ. അപ്പോൾ ഇലയിൽ എഴുത്താണി കൊണ്ട് എഴുതിയിട്ടുള്ള താളിയോലകൾ കണ്ട. രജിസ്റ്റർ ഓഫീസിൻ്റെ അന്നത്തെ രജിസ്റ്റർ ഓഫീസിൻ്റെ സീലൊക്കെ ഉണ്ട് അതിൻ്റെ അറ്റത്ത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ പ്രിൻറ്റിങ് ഇല്ലാതിരുന്നൊരു കാലത്ത് അച്ഛൻ നേരത്തെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോ ഒക്കെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ തന്നെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ളത് അവർക്ക് പിന്നെ ഉപയോഗമില്ലാത്തതുകൊണ്ട് അതൊക്കെ നമുക്ക് തരും. അപ്പോൾ അതുപോലെ ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കുറേ പണ്ടത്തെ ബ്ലോക്കുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബ്ലോക്കുകളാണിത്. അപ്പോൾ ഈ ഫോട്ടോകൾ ഇങ്ങനെ കുറച്ച് അധികമായിട്ട് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പത്രത്തിൽ അങ്ങനെയൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ ഫോട്ടോയുടെ നെഗറ്റീവിനെ ഇങ്ങനെയാക്കി കൺവേർട്ട് ചെയ്യും ഒരു ബ്ലോക്കായിട്ട്. എന്നിട്ടാണ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഫാമിലി ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇനി കാണിക്കുന്നത് 3 തരം കോളാമ്പികളാണ്. ഇതിൻ്റെ പേരാണ് വട്ടക്കോളാമ്പി, ഇതിൻ്റെ പേരാണ് ഉമ്മത്തും കോളാമ്പി, ഇനി ഇത് ഒരു കുഞ്ഞി കോളാമ്പി. അപ്പോൾ ഇത് തുപ്പാനൊക്കെ ഉള്ളതാണ്. ഈ മുറുക്കിയിട്ട് തുപ്പാനും അങ്ങനെയൊക്കെ തുപ്പാനുള്ള പർപ്പസിനാണ് ഈ കോളാമ്പി. ഇനി ഇത് വേറെ 2 വലുത് ചെറിയ കോളാമ്പി. ഇത് കിണ്ടി ഇപ്പോഴും നമ്മൾ കാണുന്ന സാധനമാണ്, എന്നാലും കണ്ട സ്ഥിതിക്ക് എടുത്തു. അതുപോലെ തന്നെയാണ് ഒരു പറയും കിട്ടിയിട്ടുണ്ട് എനിക്ക്. പറ ഇതും ഇപ്പൊ കോമൺ ആയിട്ടുള്ള സാധനം തന്നെയാണ്, എന്നാലും പഴയ ഒരു പറ കണ്ടപ്പോൾ എടുത്തു. ഇതാണ് തൂക്കുവിളക്ക്. പണ്ടത്തെ അറിയാലോ, തൂക്കിയിടാനുള്ള തൂക്കുവിളക്ക്. ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇതിൻ്റെ പേരാണ് ഇടികല്ലെന്ന്. അപ്പോൾ പണ്ടത്തെ വീടുകളുടെ ഫ്ലോറിങ് തറയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ലെവലാക്കാൻ വേണ്ടി ഇടിച്ച് ലെവലാക്കാനുള്ള കല്ലാണിത്. കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഇടികല്ല്. ഇത് പണ്ട് ചോറുകൊണ്ടിരുന്ന ഓട്ട് കിണ്ണം, ഓടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പാത്രം. ഇതിലാണ് ചോറുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഇപ്പം തട്ടുമ്പുറത്തുനിന്ന് ഞങ്ങളിങ്ങനെ കണ്ടുപിടിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. എല്ലാം മുകളിൽ ഡംപ് ചെയ്തേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം പൊടിയിൽ മുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഇത് വെറ്റിലച്ചെല്ലം മുറുക്കാഞ്ചെല്ലം എന്നൊക്കെ പറയുന്ന സാധനം. വെറ്റിലയും ചുണ്ണാമ്പും അടക്കയും ഒക്കെ ഇട്ട് വെക്കാനുള്ള പാത്രം. ഇതൊക്കെ മുൻകൂർ ജാമ്യം ഞാൻ എടുത്തിട്ടുണ്ട്, നിറയെ പൊടിയാണ്. ഈ കണ്ട മുറുക്കാഞ്ചെല്ലത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഇത്. ചുണ്ണാമ്പ് ഡപ്പി എന്നാണ് ഇതിനെ പറയുക. അതിനകത്ത് ഇപ്പോഴും ഉണ്ട് ചുണ്ണാമ്പ്. ഇതും അതിൻ്റെ തന്നെ ഭാഗമാണ്. ചുണ്ണാമ്പ് കുറ്റി ഇതിലും ഉണ്ട് കണ്ട ചുണ്ണാമ്പ്. അപ്പോൾ ഇത് നേരെ ഇതിനൊരു അടപ്പുണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി തോന്നും, കാണാനില്ല ഇവിടെ. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് വെറ്റിലേമ്മയ്ക്ക് ഇങ്ങനെ തേക്കാൻ. ഇത് പണ്ടത്തെ ഒരു മണ്ണെണ്ണ വിളക്കാണ്, കുറേ പണ്ടത്തെ. ഇതിപ്പോൾ ഒരവസ്ഥയായി. ഇതിൻ്റെ ഈ ഭാഗമൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-15 കൊല്ലം മുമ്പ് ഞങ്ങൾ തന്നെ പെയിൻ്റ് അടിച്ചതാണ്. ഇവിടെയൊക്കെ ആകെ തുരുമ്പിടിച്ച പോലെ തോന്നിയപ്പോൾ. പക്ഷെ ഇത് കുറേ വഴക്കുള്ളൊരു വിളക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ മണ്ണെണ്ണ വെച്ച് തിരിയിട്ട് കത്തിക്കുന്ന വിളക്ക്. ഇതും ഒരു പണ്ടത്തെ ഫ്ലവർ വൈസ് ആണ്, മാർബിൾ കൊണ്ടുള്ള ഫ്ലവർ വൈസ്. അപ്പോൾ ഒരു 100 കൊല്ലത്തിന് മേലെ ഇതിന് പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇത് കുറേ കുടങ്ങളും കലങ്ങളുമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൺകുടം കാണാം. പിന്നെ ഇത് ഭയങ്കര വെറൈറ്റിയാണ്. ഇതിൻ്റെ അടിയിൽ ഒട്ടകൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ആക്ച്വലി അരിപ്പക്കലാണ്, ചോറൊക്കെ ഊറ്റാനുള്ളത്. ഇത് കുറേ ആൾക്കാരുള്ളപ്പോൾ ചോറ് ഊറ്റാനുള്ള അരിപ്പക്കല. വലിയ കലം ഫുള്ള് ഓട്ടയായിട്ട്. ഇത് ഓടാണ്, ഓടിൻ്റെ ഭയങ്കര ഹെവി ആയിട്ട് ചോറ് വെക്കണ കലാണ്. പണ്ടത്തെ ട്രങ്ക് വെട്ടിയാണിത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ട്രങ്ക് വെട്ടി. തുരുമ്പ് പിടിച്ചു. ഇതിൻ്റെ ലോക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിഡിൽ ലോക്കിൽ ശരിക്കും ഇവിടെ പൂട്ടണം. അത് ഇത് തുറന്നിട്ട് ഇത് ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇത് അൺലോക്ക് ആവും. എന്നിട്ട് ഇത് ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ സൈഡ് തുറക്കണം. അങ്ങനെയാണ് ഇത് തുറക്കേണ്ടത്.
ഇതാണ് മുണ്ട് പെട്ടി, മരത്തിൻ്റെ പെട്ടി. പണ്ടത്തെ മുണ്ട് പെട്ടി എന്ന് പറയുമ്പോൾ ഡ്രസ്സ് വയ്ക്കാനുള്ള പെട്ടി ബേസിക്കലി. അപ്പം ഇവിടെയാണ് തട്ടുമ്പുറം. കുറച്ച് പുതിയതായി, പണ്ടത്തെ തട്ടുമ്പുറത്തിൻ്റെ ലുക്കില്ല, എന്നാലും പഴയ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. പണ്ട് ഇവിടെ ഉണ്ടല്ലോ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. നെല്ലിടുന്ന പെട്ടിക്ക് ഉണ്ടായിരുന്നു, വലിയ പെട്ടി. പക്ഷെ അതൊക്കെ ചെതലെടുത്ത് പോയി. ഇതൊക്കെ മരത്തിന്റെ പെട്ടികൾ തന്നെയാ. ഒരു വലിയ പെട്ടിയുണ്ട്, ഇവിടെ ഒരു ചെറിയ പെട്ടിയുണ്ട്. ആ കോർണറിൽ കാണുന്ന വലിയത് അതൊക്കെ പണ്ട് നെല്ല് പുഴുങ്ങിയിരുന്നതൊക്കെയാണ്. പണ്ടത്തെ ചാരിയസയുടെ ഫ്രെയിമൊക്കെയാണ് ഇരിക്കണേ. കുറേ പണ്ടത്തെ സാധനങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യാത്തത് ഇങ്ങനെ ഡംപ് ചെയ്തേക്കുന്നു. ഇനി ഇങ്ങനെ തന്നെ ഭയങ്കര പഴക്കമുള്ളതും എന്നാൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ളൊരു സാധനമാണ് ഈ അപ്പാപ്പൻ ക്ലോക്ക്. 1913 ഈ ക്ലോക്ക്. കാരണം ഇതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ വർഷം. 1913 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 104 വർഷം കഴിഞ്ഞൊരു ക്ലോക്കാണ്. ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ക്ലോക്ക്, വൈൻഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇത് കണ്ട, ഇവിടെ ഈ ഓട്ടയിലും വൈൻഡ് ചെയ്യും. ഇനിയുണ്ട് കുറേ സാധനങ്ങൾ. എനിക്കിനി എല്ലാം കാണിക്കാൻ ആക്രാന്തമായിട്ട് വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാനിനി ചരിത്രമൊന്നും പറയുന്നില്ല, പെട്ടെന്ന് ക്യുക്കിലി ടക്കടക്കേന്ന് കുറച്ച് സാധനങ്ങളോട് കാണിക്കാം. അപ്പോൾ ഇതാണ് മുട്ടിപ്പലക, ഇപ്പോഴത്തെ കുട്ടി സ്റ്റൂളിൻ്റെ അന്നത്തെ വേർഷൻ. ഈ ഒരു ഇരുമ്പുളി എന്ന് പറയണത് 200 വർഷത്തിന് മേലെ പഴക്കണ്ടാവും. അതിൻ്റെ തടി കാണുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ ഉരുണ്ട്. ഇത് ഇപ്പം അടുത്താണ് അങ്ങോട്ട് ഇതുമ്മയ്ക്ക് ചെരിഞ്ഞ്, അപ്പോൾ ഇപ്പം അടുത്താണ് മുറിച്ചത്. അതിൻ്റെ ബാർക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര പഴക്കമുള്ളൊരു ഇരുമ്പുളിയുടെ മരം. നിങ്ങളിപ്പോൾ കണ്ട മെയിൻ സ്വിച്ച് 1954 വെച്ചിട്ടുള്ള മെയിൻ സ്വിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിൻ്റെ ചില ഭാഗങ്ങളൊന്നും റെനോവേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ പെട്ടതാണ് ആ മെയിൻ സ്വിച്ച്. അപ്പോൾ ഡാഡി പറയുന്നത് അതിൻ്റെ മീറ്ററും ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് അത് പോയത്. ഇനിയുണ്ട് കുറേ സാധനങ്ങൾ, ലൈക്ക് അമ്മി, ഒരല്, ആട്ടുകല്ല്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അങ്ങനത്തെ കുഞ്ഞു ഇങ്ങനെ തപ്പിക്കഴിഞ്ഞാൽ കുറേ കിട്ടും, പക്ഷെ അതിനൊന്നും നേരല്ല. ഇതൊക്കെ തന്നെ ഇച്ചിരിയുള്ള സമയം കൊണ്ട് മാക്സിമം കാണിക്കാൻ നോക്കിയതാണ്. അപ്പോൾ അതൊക്കെയാണ് തട്ടുംപുറത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഒരു അടിപൊളി വീക്ക് വിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.